റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ എക്സസൈസ് 2.3 ഫൈൻഡ് റേഞ്ച് പ്രോബ്ലമാണ്. റേഞ്ച് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു 2 മൈനസ് 3x 2 മൈനസ് 3x ആണ്. അപ്പോൾ റേഞ്ച് കാണാൻ വേണ്ടി y ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y ഇസിക്കൽ ടു 2 മൈനസ് 3x, കാരണം നമ്മുടെ y ആണ് നമ്മുടെ റേഞ്ച്. അപ്പോൾ y-നോട് ഇക്വേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോൾ ഇതിൽ രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഉണ്ടായാൽ നമ്മുടെ കാര്യം നടക്കില്ല. സോ ആദ്യം ഈ ഇക്വേഷനിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ എക്സിൻ്റെ വാല്യൂ ഈ എക്സിൽ കൊടുത്താൽ നമുക്ക് y കിട്ടും. നോക്കാം. ഇതിൽ നിന്ന് എക്സ് കാണാൻ പോവാണ്. y മൈനസ് 2 ബൈ 3 ഈസിക്കൽ ടു മൈനസ് എക്സ്. ഓക്കെ, ഇനി മൈനസ് എക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വേണ്ടത് പ്ലസ് എക്സ് ആണ്. സോ മൈനസ് ഇങ്ങോട്ട് കൊടുന്നാൽ, അല്ലെങ്കിൽ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സൈനുകൾ ഓൾട്ടർ ചെയ്യും. പ്ലസ് വൈ എന്നുള്ളത് മൈനസ് വൈ ആവും, മൈനസ് 2 എന്നുള്ളത് പ്ലസ് 2 ആവും. അപ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വൈ പ്ലസ് 2 ബൈ 3 ഈസിക്കൽ ടു പ്ലസ് എക്സ്. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 2 മൈനസ് വൈ ബൈ 3 ഈസിക്കൽ ടു എക്സ് എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. എക്സ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ. ആർ എന്ന് പറയുന്നതിൻ്റെ എലമെൻ്റാണ് എക്സ്. ഒരു കാര്യം കൂടി ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 0. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എക്സ് എന്ന് പറയുന്നത് 0-നേക്കാളും ഗ്രേറ്റർ ആണ്. ഈ പോയിന്റ് നമുക്ക് വേണം. എക്സ് എന്ന് പറയുന്നത് 0-നേക്കാളും ഗ്രേറ്റർ ആണ്. സോ ഇവിടെ നമുക്ക് എക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊടുക്കാം. അതായത് എക്സ് ഈസിക്കൽ ടു ഇതിനെ ഇങ്ങോട്ട് കൊടുന്നാൽ 2 മൈനസ് വൈ ബൈ 3. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു. ഇതിനെ ലെഫ്റ്റിക്കും റൈറ്റിക്കും പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ എക്സ് എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ എക്സ് തന്നെയല്ലേ. ഇത് നമുക്ക് എന്ത് എഴുതാം? ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. അതായത് 2 മൈനസ് വൈ ബൈ 3 ഗ്രേറ്റർ ദാൻ 0. എക്സിൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂനെ നമ്മൾ കണ്ടു. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതും ഗ്രേറ്റർ ദാൻ 0 ആവും. ഇനി ഇതിൽ നിന്ന് നമുക്ക് വൈയുടെ വാല്യൂ കാണാൻ. ഇതങ്ങോട്ട് കൊണ്ടുപോയാൽ 2 മൈനസ് വൈ, ഇത് 3 ഇൻറ്റു 0 0 ആയിട്ട് പോകും. അപ്പോൾ 2 മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 0. വൈ ഇവിടെ നിർത്തി, അല്ലെങ്കിൽ വൈനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 2നെ ഇവിടെ നിർത്തി. നമുക്ക് വേണ്ടത് പ്ലസ് വൈ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈനുകൾ ഓൾട്ടർ ചെയ്യണം. സൈനുകൾ ഓൾട്ടർ ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം, ഈ 0നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അതിൻ്റെ ടെക്നിക്ക് പറഞ്ഞത് എന്താണ്? ഈ എൽ എച്ച് എസിനെ ആർ എച്ച് എസ് കൊണ്ടുവരിക, 0നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതിൻ്റെ ടെക്നിക്ക് എന്തായിരുന്നു? പ്ലസ് 2 എന്നുള്ളത് മൈനസ് 2 ആവും, പ്ലസ് മൈനസ് വൈ എന്നുള്ളത് പ്ലസ് വൈ ആവും, ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ലെസ് ദാൻ ആവും. 0 ആയതുകൊണ്ട് 0. ഓർമ്മ വന്നിട്ടുണ്ടാവും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ y മൈനസ് 2 ലെസ് ദാൻ 0 എന്ന് കിട്ടും. y 2 അങ്ങോട്ട് പോവുകയാണെങ്കിൽ y ലെസ് ദാൻ മൈനസ് 2 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 2, y ലെസ് ദാൻ 2. അതായത് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റത്തിൽ 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് -1, -2 ആണെങ്കിൽ 2 എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും കുറവാണ്. അപ്പോൾ കുറവാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ വട്ടിടും. ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ വട്ടിടില്ല. കുറവാണെങ്കിൽ, ഇത് ലെസ് ദാൻ ആണല്ലോ, 2നോട് ഈക്വൽ അല്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, ഒരു ഏരോ മാർക്ക് ഇടുക. അതായത് അങ്ങോട്ടുള്ള വാല്യൂസ് എല്ലാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വട്ടം ഇതിങ്ങനെ കറുപ്പിക്കരുത്, ഇങ്ങനെ ഒരു വട്ടമാവണം. ഈ വട്ടം എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ആണെന്ന് കാണിക്കാനാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്ന് കാണിക്കാനല്ല, ലെസ് ദാൻ 2 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്പർ ലൈനിൽ വരയ്ക്കുന്നത്. ഇതാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് റേഞ്ച് ആയിട്ട് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് എഴുതണം. റേഞ്ച് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 2 അല്ല, അതായത് 2-നേക്കാളും താഴെയുള്ള എല്ലാ വാല്യൂസും കൂടും. അപ്പോൾ -∞ തൊട്ട് 2 വരെ. ഇവിടെ ലെസ് ദാൻ ഇല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. ഈക്വൽ ടു ഉണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ്, ഈക്വൽ ടു ഇല്ലെങ്കിൽ ഈ ബ്രാക്കറ്റ്. ഇവിടെ ഇൻഫിനിറ്റിയുടെ അവിടേക്ക് അവസാനിക്കുന്നില്ലല്ലോ, ഒരിക്കലും ഈക്വൽ ടു വരില്ല, ഇങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും. സോ ഇവിടെയും സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ല, ഇവിടെയും ഈ ബ്രാക്കറ്റ്. ഇതാണ് ഇത് റേഞ്ച്.